വാഴ്ത്തി പാടി ത്രിയേക ദൈവത്തിന് സ്തുതി. ആയിരക്കണക്കിന് ഭാഷയുള്ള ലോകത്ത് ദൈവം മനുഷ്യരോട് സംസാരിച്ച ഭാഷയാണ് ക്രിസ്തുവും ക്രിസ്തുമസും. പഴയ നിയമത്തിൽ രൂക്ഷഭാഷയിൽ സംസാരിച്ച പ്രവാചകർ തോറ്റെടുത്ത് സ്നേഹം വ്യക്തിരൂപം ധരിച്ചു വന്ന് വിജയിക്കുന്നതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാകിയാൽ ദൈവത്തോട് ഏറ്റവും അടുത്തത് മനുഷ്യരൂപമാണ്. ദൈവം മനുഷ്യനായി എന്ന സത്യത്തിന് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുണ്ട്. പശുവിലും പക്ഷിയിലും ദൈവികത ആരോപിച്ച് മനുഷ്യനെ തെരുവുനായിയെപ്പോലെ തല്ലിക്കൊല്ലുന്ന കിരാതത്വം ശക്തി പ്രാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിന് ഏറെ അർത്ഥ വ്യാപ്തിയുണ്ട്. മനുഷ്യരിൽ ദൈവത്തെ കാണുവാൻ കഴിയാത്തവർ ദൈവത്തെ ഒരിക്കലും കാണുന്നില്ല എന്നതാണ് സത്യം. മനുഷ്യന് ദൈവികതയോളം മൂല്യമുണ്ടെന്നത് ക്രിസ്മസിൻ്റെ സുപ്രധാന സത്യമാണ്. ലോകം കാത്തിരുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത മനുഷ്യനെ തേടിയെത്തിയത് കടുത്ത അവഗണനയുടെയും അരക്ഷിതാവസ്ഥയുടെയും അകമ്പടിയോടെയായിരുന്നു. സത്രത്തിൽ ഇടം കിട്ടാതെ അലയുമ്പോഴും പൂർണ്ണ ഗർഭാവസ്ഥ പരിഹസിക്കപ്പെടുമ്പോഴും വാതിലുകൾ ഒന്നൊന്നായി കൊട്ടിയടയ്ക്കപ്പെടുമ്പോഴും നിരാശപ്പെടാതെ ആ ദമ്പതികൾ തിരിച്ചറിയുകയായിരുന്നു തിരുപ്പിറവിയുടെ ഇടം മറ്റെവിടെയോ ആണെന്ന സത്യം. നമ്മുടെ മുമ്പിൽ ശത്രുതയോടെയും അവഗണനാ മനോഭാവത്തോടെയും പുച്ഛഭാവത്തോടെയും പലരും പലപ്പോഴും വാതിലുകൾ കൊട്ടിയടയ്ക്കാറുണ്ട്. അടഞ്ഞ വാതിലുകൾ തുറന്ന വഴികളിലേക്കുള്ള ചൂണ്ടുവലകളാണെന്ന സത്യം മറന്ന് അടഞ്ഞ എത്രയോ വാതിലുകൾക്ക് മുമ്പിൽ നാം നിരാശപ്പെടുകയും പഴി പറഞ്ഞും കഴിഞ്ഞുകൂടുന്നുണ്ട്. എന്നാൽ തിരുപ്പിറവി തരുന്ന ദീപ്തമായ തിരിച്ചറിവ് നിനക്കായ ദൈവം ഒരുക്കിയ ഇടം കണ്ടെത്താനുള്ള ദിശാസൂചികകളാണ് അടഞ്ഞ വാതിലുകൾ. ദൈവികത അനുസൃതമുള്ള ഇടം കണ്ടെത്തുന്നതുവരെ നമ്മുടെ മുന്നിൽ വാതിലുകൾ അടഞ്ഞുകൊണ്ടേയിരിക്കും. ചെറുതാകുന്നതിലാണ് ദൈവീകത എന്ന് പഠിപ്പിച്ച തിരുനാളാണ് ക്രിസ്മസ്. ദൈവം സ്വയം ശൂന്യവൽക്കരിച്ചു എന്ന് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ 2:7 രേഖപ്പെടുത്തുമ്പോൾ ദൈവികതയുടെ വലിപ്പം കാണിക്കുവാൻ കുപ്പായങ്ങളും കിരീടങ്ങളും തൊങ്ങലുകളും വർത്തമാനമാക്കാൻ മത്സരിക്കുന്നവർക്ക് മനുഷ്യോദാര രഹസ്യം മനസ്സിലാകുകയില്ല. സ്ഥാനവലിപ്പത്തിലും ആസ്തിയിലും അഭിരമിക്കുന്ന ലോകത്തിനും ആത്മീയതയ്ക്കുമുള്ള തിരുത്തലാണ് യേശുവിൻ്റെ ജനനം. ഏതൊരു പാവപ്പെട്ടവനും ബേത്ലഹേമിലെ കാലിത്തൊഴുത്ത് ഒരു തിരിച്ചറിവും സന്തോഷവും തരുന്നുണ്ട്. എൻ്റെ ദൈവവും എന്നെ പോലെയല്ല, എന്നേക്കാൾ അധികമായി പാവപ്പെട്ടവനാണ് ദൈവം, അവസാനത്തെ നിരക്കാരനാണ്. കാലിത്തൊഴുത്തിൽ ആരംഭിച്ച ക്രിസ്തോന്മുഖത വിശുദ്ധ സഭയിലൂടെ തുടരുമ്പോൾ ദൈവിക രക്ഷയുടെ സാർവത്രികത ഭൂമുഖമൊക്കെ പടരുവാൻ ഈ വർഷത്തെ ക്രിസ്മസ് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ എൽദോ അച്ഛൻ. Kadish Morio